Hello guys, it's me Marin. This is the second day of us in Munnar. Yesterday was a lit and today we are gonna explore something new in Vattavada and some more other plannings are there. And the bad thing is we are moving back to our native today, but I hope we will explore something new today and I'm so excited. Yeah, let's go to the videos. നമ്മൾ രാവിലെ ചെക്കൗട്ട് ചെയ്യുകയാണ്. റൂമെല്ലാം നമ്മൾ പഴയ പോലെ തന്നെ വൃത്തിയാക്കിയിട്ടുണ്ട്. നമ്മളിപ്പോൾ എവിടെ ചെന്നാലും റൂം എടുത്തു കഴിഞ്ഞാൽ അത് നമ്മുടെ കയ്യിൽ എങ്ങനെ കിട്ടിയോ അതുപോലെ തന്നെ ക്ലീൻ ആക്കിയിടാനുള്ള ശ്രമിക്കുക. ഓക്കെ, സോ വി ആർ ലീവിങ് ദിസ് കോട്ടേജ്. ഇതൊരു രവീന്ദ്രൻ എന്ന് പറയുന്ന ഒരു അദ്ദേഹത്തിൻ്റെ വ്യക്തിയുടെ കോട്ടേജാണ്. ഗോകുലം എന്നാണ് ഈ കോട്ടേജിൻ്റെ പേര്. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് നമ്പർ ഞാൻ ഇട്ടേക്കാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഫാമിലിയായിട്ട് പ്രത്യേകിച്ചും വരുമ്പോൾ നല്ല ഉപകാരപ്രദമായിരിക്കും. നല്ലൊരു ആംബിയൻസ് ആണ്, നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. സോ ഇന്ന് വട്ടവടയിലേക്കുള്ള യാത്രയാണ്. കാഴ്ചകൾ കാണാം. മൂന്നാർ ടൗണിൽ നിന്ന് ഞങ്ങൾ വട്ടവടയിലേക്ക് യാത്ര ആരംഭിച്ചു. ഏകദേശം 1.5 മണിക്കൂർ യാത്ര വട്ടവടയിലേക്കുണ്ട്. വട്ടവട എന്ന് പറയുന്നത് മൂന്നാറിലെ ഒരു വളരെ പ്രസിദ്ധമായ, അതേസമയം ഗ്രാമീണത ഒട്ടും ചോരാത്ത ഒരു ഗ്രാമമാണ്. അവിടെ പഴങ്ങളും പച്ചക്കറികളൊക്കെയാണ് കൃഷി ചെയ്യുന്നത്. അവിടേക്ക് ആണ് ഞങ്ങൾ യാത്ര തിരിച്ചത്. പോകുന്ന വഴിക്ക് എലിഫൻറ്റ് പാർക്കുണ്ട്. അവിടെ താല്പര്യമുള്ളവർക്ക് അവിടെ കയറി കാണാവുന്നതാണ്. വട്ടവടയിലേക്കുള്ള യാത്രയ്ക്കിടയിലാണ് മാട്ടുപ്പെട്ടി ഡാം, കുണ്ടല ഡാം എന്നിവ വരുന്നത്. അവയെല്ലാം കണ്ട് പോകണമെന്ന് ആഗ്രഹിച്ചെങ്കിലും ആദ്യം വട്ടവട ചെന്ന് അവിടുത്തെ കാഴ്ചകൾ കണ്ടിട്ട് തിരിച്ചു വരുമ്പോൾ ആസ്വദിക്കാമെന്ന് കരുതിയാണ് ഇവിടെ വണ്ടി നിർത്തായിരുന്നത്. സ്ഥിരമായിട്ട് ആന ഇറങ്ങുന്ന സ്ഥലങ്ങളൊക്കെ ഉള്ള ഒരു വഴിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഫെൻസിങ് ചെയ്തിട്ടുണ്ട്. നല്ല പച്ചയാർന്ന പുൽപ്പരപ്പൊക്കെ ഉള്ള സ്ഥലമാണിത്. ഇതിനിടയിലുള്ള യാത്ര ഒരു പ്രത്യേക അനുഭവം തന്നെയാണ്. വിശാലമായ തേയിലത്തോട്ടങ്ങളും ഗ്രീനറിയൊക്കെ കണ്ട് നമുക്കിങ്ങനെ യാത്ര ചെയ്യാം. 1.5 മണിക്കൂർ അല്പം ദൂരം അല്ലെന്ന് ചിന്തിക്കാം. എന്നാലും കൂട്ടുകാരുമൊക്കെ ആയിട്ട് യാത്ര ചെയ്യുമ്പോൾ സമയം പോകുന്ന അറിയില്ല. ഒരു അഡ്വഞ്ചറസ് ജേണി പോലെയൊക്കെ നമുക്ക് തോന്നും. ഇവിടുത്തെ പ്രധാന ഒരു വാഹനം ജീപ്പാണ്. മേജർ കമാൻഡർ ജീപ്പുകളാണ് ഇവിടെ പ്രധാനമായിട്ടുള്ളത്. കാരണം ട്രെക്കിങ്ങിനൊക്കെ ഒരുപാട് സാധ്യത ഉള്ള സ്ഥലങ്ങളായതുകൊണ്ട് തന്നെ ജീപ്പാണ് എല്ലാവരും കൂടുതലായിട്ട് ആശ്രയിക്കുന്നത്. ഗ്രാമത്തോട് അടുക്കും തോറും ടാറിങ്ങിൻ്റെ നിലവാരത്തിലും വ്യത്യാസം വരുന്നതായിട്ട് കാണാം. മേ ബി റീസെൻ്റായിട്ട് പെയ്ത മഴയും മറ്റു കാര്യങ്ങളൊക്കെ ആയിരിക്കാം. ചില സ്ഥലങ്ങളിലൊക്കെ മണ്ണ് ഇടിച്ചിലുണ്ടായിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ പോകുന്ന വഴിക്ക് തന്നെ ഒരിടത്ത് ലാൻഡ് സ്ലൈഡിങ് ഉണ്ടായിരുന്നു. റോഡിൻ്റെ പകുതിയും മണ്ണ് ഇടിഞ്ഞു പോയ അവസ്ഥ ഉണ്ടായിരുന്നു. പലയിടത്തും ബോർഡുകളൊക്കെ വെച്ചിട്ടുണ്ട്. എന്നാലും ഡേഞ്ചറായിട്ട് ഒന്നുമില്ല. കാരണം കാലാവസ്ഥ അനുകൂലമായിരുന്നത് കൊണ്ട് തന്നെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ ആണ് ഞങ്ങൾ പോയിക്കൊണ്ടിരുന്നത്. അപ്പൊ നമുക്ക് ഇന്നലത്തെ കാട്ടി നല്ലൊരു കാലാവസ്ഥയാണ് അങ്ങനെ പറയുന്നത് കാലാവസ്ഥ ആണ്. കാരണം നമ്മൾ ഇന്നലെ യാത്ര തുടങ്ങിയ സമയത്ത് ഭയങ്കര മഴയൊക്കെ ആയിരുന്നു. ചെറിയ ചാറ്റൽ മഴയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് നല്ല തെളിഞ്ഞ കാലാവസ്ഥയാണ് അല്ലേ? ഇന്ന് അത്യാവശ്യം നല്ല അടിപൊളി കാലാവസ്ഥയാണ്. ഇതുവരെ നല്ല കാലാവസ്ഥയാണ്. അതെ. പക്ഷെ ഇന്നലത്തെ ഒരു ഭാഗ്യം എന്ന് പറഞ്ഞാൽ നമുക്ക് മഴയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നല്ല കോടമഞ്ഞും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റി. അപ്പൊ ഇന്ന് നമ്മൾ അതൊക്കെ പ്രതീക്ഷിച്ചാണ് ഇങ്ങനെ പോകുന്നത്. അതെ, അപ്പൊ ഇന്ന് നമ്മൾ വട്ടവടയിലേക്കാണ് പോകുന്നത്.
നമ്മളങ്ങനെ വട്ടവടയിലേക്കുള്ള എൻട്രൻസിലെത്തിയിരിക്കുകയാണ്. ഇവിടെ ഒരു ചെക്കിംഗ് ഉണ്ട്. ഇവിടെ വണ്ടികളൊക്കെ നിർത്തി അവർ പോലീസ് ചെക്കിംഗ് വെരിഫിക്കേഷൻ ഒക്കെ നടത്തി അവർ വിടത്തുള്ളൂ. ഫോറസ്റ്റിൻ്റെ ഒരു എക്കോ ഷോപ്പുണ്ട്. നല്ല അടിപൊളി കാലാവസ്ഥയാണ്, നല്ല മരങ്ങളൊക്കെ അല്ലേ. ഒരു എത്നിക് ടീ ഷോപ്പുണ്ട് ഇവിടെ. പാമ്പാടും ഷോല നാഷണൽ പാർക്കിൻ്റെ ഭാഗമായിട്ടാണ്. എടുത്തോളൂ. വട്ടവട ഗ്രാമപഞ്ചായത്ത് വിൻറ്റർ ടേബിൾ വില്ലായിരുന്നു. അപ്പോൾ ചെക്കിങ് എന്ന് പറയാൻ അവിടെ ചെക്കിംഗ് ആയിട്ടൊന്നും ചെയ്തിട്ടില്ല. അവർ പറഞ്ഞത് ഇവിടെ 5 കിലോമീറ്റർ ഉണ്ട് വട്ടവട ഗ്രാമത്തിലോട്ട്. ആ വഴിയിലെങ്ങും നിർത്താനോ ഇറങ്ങാനോ പാടില്ല എന്നുള്ളതാണ്. എന്തെങ്കിലും കാരണങ്ങൾ കാണുമായിരിക്കാം, പോയാലല്ലേ അറിയുള്ളൂ. ഓക്കെ, ഇനിയുള്ള 5 കിലോമീറ്റർ ദൂരം തീർത്തും വനമാണ്. കുറച്ച് സ്ഥലങ്ങളിൽ മാത്രമാണ് വീടുകളോ അല്ലെങ്കിൽ ഫോറസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളോ സ്ഥാപനങ്ങളോ ഉള്ളത്. ഈ വഴിയിൽ ഇറങ്ങാനോ ഫോട്ടോ എടുക്കാനോ നിർത്തരുത് എന്ന് പ്രത്യേകമായിട്ട് പറയുന്നത് കാടിൻ്റെ സാന്നിധ്യമായതുകൊണ്ടാകാം. ഒരു റിസ്ക് എടുത്ത് ആരും ഇവിടെ ഇറങ്ങാനായിട്ട് നിൽക്കരുത്. പകൽ സമയം അല്പമൊക്കെ സേഫ് ആയിരിക്കാം, എന്നാലും നമ്മൾ സൂക്ഷിക്കേണ്ടത് തന്നെയാണല്ലോ. ഒറ്റ മിനിറ്റ് ബ്രോ, നമുക്ക് ജീപ്പ് സവാരിയല്ല കാണാം ബ്രോ. എന്നാ ചോദിച്ചാൽ ഇവിടെ നിന്ന് ഒരു 1.5 കിലോമീറ്റർ വണ്ടി കൊണ്ട് പോകാം. വട്ടവട ഗ്രാമത്തോടടുക്കും തോറും നമുക്ക് ഒരുപാട് ജീപ്പുകളും വാഹനങ്ങളും ഒക്കെ കാണാൻ സാധിക്കും. അവിടെ ട്രക്കിങ്ങിന് പോകാനായിട്ട് ആളുകൾ റെഡിയായിട്ട് നമ്മളെ കാത്തു നിൽപ്പുണ്ട്. നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അവരുടെ കൂടെ ജീപ്പ് സവാരിയാണ്. അപ്പോൾ അതിനായിട്ട് അവർ നമ്മളെ കൈ കാണിച്ച് നിർത്തിയേക്കാം. നമ്മളോട് പറയും ഇതുപോലെ ട്രക്കിംഗ് ഉണ്ട്, എത്ര രൂപയാണ് ചാർജ്, എത്ര മണിക്കൂറുണ്ട് എന്നൊക്കെ പറയും. മൂന്നാറിൽ നിന്ന് ഏകദേശം 45 കിലോമീറ്റർ കിഴക്കായിട്ടാണ് നമ്മുടെ വട്ടവട സ്ഥിതി ചെയ്യുന്നത്. അതുതന്നെ കേരളത്തിലെ തന്നെ വൺ ഓഫ് ദ ഫൈനസ്റ്റ് ക്രോപ്സ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന സ്ഥലമാണ്. സമുദ്രനിരപ്പിൽ നിന്ന് 6500 ഫീറ്റ് ഉയരത്തിലാണ് നമ്മുടെ വട്ടവട സ്ഥിതി ചെയ്യുന്നത്. ഇയറിൽ എല്ലാ സമയത്തും നല്ല സൂര്യപ്രകാശം ലഭിക്കുന്ന സ്ഥലമാണ്. കളർഫുൾ ആയിട്ടുള്ള ഒരു വ്യൂ ആണ് നമുക്കിവിടെ കാണാൻ കഴിയുക. കാരണം പലതരത്തിലും പല നിറത്തിലുമുള്ള പച്ചക്കറികളൊക്കെ ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ മനോഹരമായ യൂക്കാലിപ്റ്റസ് മരങ്ങളുടെ ഇടയിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്ത് വട്ടവടയിലേക്ക് എത്തുന്നത്. വട്ടവടയിലേക്കുള്ള നിയറസ്റ്റ്
റെയിൽവേ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ എറണാകുളം ജംഗ്ഷനാണ്. 130 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട് മൂന്നാറിൽ നിന്ന്, പ്ലസ് 45 കൂടി ആഡ് ചെയ്യണം. അപ്പോൾ നിയറസ്റ്റ് എയർപോർട്ടും അതുപോലെ തന്നെ 155 കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടാണ് ഉള്ളത്. എല്ലാം രംഗചേട്ടനാണല്ലോ സപ്പോർട്ട് ഇറങ്ങിക്കോട്ടോ. പച്ചക്കോട് സീന കേട്ടോ, ഒരു രക്ഷയില്ല. ഫാൻസ് അങ്ങ് കൂടി ആ പടം ഇറങ്ങിയപ്പോഴത്തേന്. കാണുന്നുണ്ടോ വണ്ടിയുണ്ട്? വണ്ടി ഉണ്ടെന്നാണ് നമുക്ക് ഇവിടെ അത് കാണുന്നില്ലെന്ന് പറഞ്ഞാൽ ഇല്ല, വണ്ടി ഉണ്ടെന്നും പറയില്ല, ചിലപ്പോൾ ഇഷ്ടപ്പെടുത്തില്ല. അതെ, എന്നാ നീ പോണ്ടടാ. ഇറങ്ങണ ബാണേ ടൊയോട്ട. അപ്പൊ ഈ ആവേശത്തിനകത്ത് പോകുന്നു. അപ്പൊ ഇവരും മറ്റേ മഞ്ഞു ഉത്സവത്തോട്ട് അതല്ലേ മറല്ലേ വിളിക്കുന്നത് രംഗണ്ണത്. എവിടെ ഇറങ്ങണേ സിനിമയ്ക്കകത്ത്? എങ്ങനെ ആവേശം ഇവിടെ ഇന്ത്യയിൽ എന്ത് പാട് അമ്മാനെ ശ്രദ്ധിച്ചമ്മാനെ, അമ്പാനോട് ശ്രദ്ധയെല്ലാം പറ. ഹലോ, അടിപൊളി വ്യൂ ആണല്ലേ. ശ്രദ്ധിച്ചിറങ്ങേണ്ട ഒരു ഈ ഫുള്ള് റോഡ് ഇറങ്ങിയിട്ട് ഹണി മ്യൂസിയം അല്ലേ? ആ ഓക്കെ, ചോദിച്ചാൽ പോരാ. ആ ഓക്കെ, ശരി ശരി. നീ അതടിച്ച് ഗ്ലാസ് പൊട്ടിക്കില്ലേ? ഇടയ്ക്ക് അവരെ ഫോണിൽ പിടിക്കണം. ഒരു കാര്യം ഏൽപ്പിച്ച് ഉത്തരവാദിത്തത്തോടെ ചെയ്യാം. മറ്റേ കാര്യത്തിൽ അങ്ങനെ നമ്മൾ വട്ടവട എന്ന ഗ്രാമത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഇവിടെ ഐ ലവ് വട്ടവട എന്ന ബോർഡ് കാണാം. ഇവിടെ സ്ട്രോബെറി തോട്ടങ്ങളൊക്കെ ഉണ്ട്. ഫ്രീ വിസിറ്റാണ്, അവരെ കൊണ്ടുപോയി കാണിക്കും. പക്ഷേ കൊണ്ടുപോകുന്നതിന് ആരാണ് അഭിലാഷ്? ഇങ്ങോട്ട് പോകണം, അനിമേഷത്തിൻ്റെ ആണോ? ഫ്രീ പാർക്ക്. ഇതിനെല്ലാം കാശ് കൊടുക്കണ്ടേ? ഫ്രീ ഒന്നും അല്ലല്ലോ. നമ്മളിവിടെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാൾ വന്നിട്ടുണ്ട്. അഭിലാഷ് എന്നാണ് പേര്. അഭിലാഷ് ഇവിടെ ജെറിയോട് കാര്യം പറഞ്ഞിരിക്കുകയാണ്. ജെറിൻ്റെ സുഹൃത്തിൻ്റെ സുഹൃത്താണ്. ഹായ് അഭിലാഷ്. അഭിലാഷ് ഹായ് പറഞ്ഞു. ഹായ്. അപ്പോൾ നമുക്ക് വട്ടവടയുടെ കാഴ്ചകളിലേക്ക് കിടക്കാം. അഭിലാഷ് നമ്മുടെ കൂടെ ഉണ്ട്. അദ്ദേഹം നമ്മളെ എവിടേക്കാണ് കൊണ്ടുവന്ന് അറിയത്തില്ല. എന്തെങ്കിലും സ്ട്രോബെറി ഫാമും മറ്റൊക്കെ കാണാനായിരിക്കണം. എന്തായാലും അഭിലാഷിൻ്റെ കൂടെ പോയി നോക്കാം. അഭിലാഷ് നമുക്ക് ഗൈഡായിട്ടൊരു പയ്യനെയാണ് തന്നത്. ആ, അപ്പോൾ അവൻ്റെ കൂടെ ജെറിനങ്ങ് കൂടി. അവൻ്റെ പേരെന്തുവാ? അഭിഷേകോ? അഭിലാഷിൻ്റെ ആരാണ്? അനിയനാണോ? ഓക്കെ, ഗുഡ്. അഭിലാഷിൻ്റെ അനിയനാണ് അഭിഷേക്. അഭിഷേകാണ് നമുക്കിന്ന് വട്ടവടയിലെ കാഴ്ചകളൊക്കെ കാണിക്കാനായിട്ട് കൂടെ നമ്മളെ കൊണ്ടുപോകുന്നത്. കുരുത്തക്കേടൊക്കെ കാണിച്ചുകൊണ്ട് 2 എണ്ണം പുറയുണ്ട്, 3 എണ്ണം. ജോജോ അങ്ങനെ ഫോട്ടോയൊക്കെ നോക്കി ഫോട്ടോയൊക്കെ എടുത്ത് ഇങ്ങനെ നടക്കുകയാണ്. അത് ഇങ്ങനെ സൈഡിലൊരു ചേച്ചി ജോലിക്ക് പോവാണെന്ന് തോന്നുന്നു. എന്തായാലും നല്ല കാലാവസ്ഥയാണ് നമുക്ക് വന്നപ്പോൾ ദൈവം തന്നത്. ഇവിടെയൊക്കെ വെള്ളമൊക്കെ പ്ലാസ്റ്റിക് ചാക്കൊക്കെ കിടക്കുന്നു. കണ്ടില്ലേ, നമ്മളുടെ വന്നവരുടെ പ്രശ്നമാണോ? ഇതിൻ്റെ എല്ലാ സൈഡിലും മുഴുവൻ പ്ലാസ്റ്റിക്കുകളാണ്, കുപ്പികളുടെ ബഹളമാണ്. എനിക്കൊന്ന് വെള്ളം ഒഴുകി വന്നപ്പോൾ വന്ന് അടിഞ്ഞ് കൂടിയതായിരിക്കണം.
അങ്ങനെ ഈ വഴിയിലൂടെ നമ്മൾ നടന്നു വന്ന് ഇവിടെ ഒരു ചേട്ടൻ്റെ വീട്, എനിക്കൊന്ന് അഭിലാഷിൻ്റെ വീടാണോ എന്ന് അറിഞ്ഞുകൂടാ. എന്തായാലും ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ എന്തോ കൃഷി ചെയ്യുന്നുണ്ട്, എന്താണെന്ന് അറിഞ്ഞുകൂടാ. ആ എന്തൊക്കെയാടാ? സ്ട്രോബെറി, ആ സ്ട്രോബെറി ജാം ഹണി ഉപയോഗിച്ചാണ് ഉണ്ടാക്കുന്നത്. ഓക്കെ. അതേ ടേസ്റ്റ്. ആണോ? ചേട്ടാ ഇതെന്താ സംഭവം? ഈ നട്ടിരിക്കുന്നത് എന്താ? ഇത് നട്ടിരിക്കുന്നതാണോ സ്ട്രോബെറി? ആ മഴ കാരണം ഇച്ചിരി ചെടിയായി പോയി. ആ ഹാ ഹാ, ഭയങ്കര മഴയാ. ആ ഹാ. സ്ട്രോബെറി വേണം ചേട്ടാ, സ്ട്രോബെറി ആണെങ്കിൽ പറിച്ചു തരാം. ഇങ്ങനെയുണ്ട് സ്ട്രോബെറി ജാം. ഇഷ്ടപ്പെട്ടോ? ഓഹോ, ക്യാമറമാനോൻ. എങ്ങനെയുണ്ട് സ്ട്രോബെറി വൈൻ? നമുക്ക് കിട്ടിയില്ലല്ലേ? എങ്ങനെയാ സ്ട്രോബെറി വെച്ച് വൈൻ ഉണ്ടാക്കുന്നത്? ഏലക്ക ഷുഗർ ഇട്ട് മൂടി വെക്കും. 45-50 ദിവസം കഴിഞ്ഞ് ഫിൽറ്റർ ചെയ്ത് 45-50 ദിവസം എടുക്കും അല്ലേ? ഓക്കെ. ചേച്ചിയുടെ പേര്? ജീവ. അച്ഛൻ? സെന്തിൽ കുമാർ. ഓക്കെ. അഭിലാഷിന്റെയും അച്ഛനും അമ്മയാണ്. അപ്പോൾ സ്ട്രോബെറി വൈൻ. അഭിഷേക് നമ്മളെ സ്ട്രോബെറി തോട്ടം കാണിക്കാൻ വേണ്ടി കൊണ്ടുപോവാണ്. സ്ട്രോബെറി കൃഷി ചെയ്യുന്നതൊക്കെ നമുക്കൊന്ന് ചോദിച്ച് മനസ്സിലാക്കാം എങ്ങനെയാണ്. ഇതെന്തുവാ സംഭവം? ഇത് സ്ട്രോബെറി ആണോ? ആയിരിക്കും അല്ലേ? നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പം അന്യം നിന്ന് പോകുന്നൊരു കാഴ്ചയാണ് ഈ കാണുന്നത്. ഇങ്ങനെ കലപ്പ ഉപയോഗിച്ച് കൃഷി ചെയ്യുന്നതൊക്കെ നമ്മുടെ നാട്ടിലില്ല. എല്ലാം ട്രാക്ടറും മറ്റുമാണ്. അപ്പോൾ നമുക്ക് ആ ഒരു കാഴ്ച ഒന്ന് അടുത്ത് കണ്ടിട്ട് വരാം. അത് കുഴപ്പമില്ലെന്ന് തോന്നുന്നു. വാ, ഇവിടെ ട്രാക്ടർ ഉപയോഗിച്ച് അങ്ങനെ ചെയ്യാറില്ലേ? ഇല്ല, ഇത് തന്നെ ഉപയോഗിക്കാറുള്ളത്. ചേട്ടൻ്റെ പേരെങ്ങനെയാ? പ്രതാപ്. ഓക്കെ, താങ്ക് യു. എടുത്തോ എന്നൊക്കെ അവർ പറയുന്നു. അത് കൊള്ളാം. ചേട്ടന്മാർ അവിടെ കൃഷി ചെയ്യാണ്. അന്നേരം നമ്മുടെ ക്യാമറ കണ്ടപ്പോൾ പറഞ്ഞു എടുത്തു. അതെ, പോയി എടുത്തുക്കാം തീർച്ചയായും. ജോജോ ഓടുകയാണ് സുഹൃത്തുക്കളെ, ഓടുകയാണ്. സ്ട്രോബെറി വിത്താണോ ഇതാ? ബീൻസ് ആണോ ഇതാ? ആ ഹാ, ബീൻസ് നടുകയാണ്. ബീൻസ് അവിടെ എല്ലാം ബീൻസാ? ആ ഓക്കെ. വെളുത്തുള്ളി? ആ ഹാ ഹാ. ഇതോ? ഓക്കെ ഓക്കെ. വെളുത്തുള്ളിയൊക്കെ ഉണ്ട് ഇവിടെ കൃഷി. അപ്പുറത്തെ അല്ലേ? ആ പച്ച ഇത് കാണുന്നത് വെളുത്തുള്ളി. ഇതെന്താ? ഇതും ബീൻസാ? ബീൻസാണല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. അവരിതുവഴിയാ പോയെ? മോടെ പേരെന്തുവാ? ഇങ്ങോട്ട് നോക്കിയേ, ഇങ്ങോട്ട് നോക്ക. നാണോ കുഞ്ഞിന്? നാണോ? അവൾ പേടിച്ചിരിക്ക. പത്തനംതിട്ട. നോക്കത്തില്ലേ ക്യാമറയിലോട്ട്? ഇങ്ങോട്ട് നോക്കി, ഇങ്ങോട്ട് നോക്കി. അവൾ അങ്ങോട്ട് തിരിഞ്ഞു. മോൻ്റെ പേരെന്തുടാ? പ്രവീൺ. ആ കണ്ടേ.
വരമ്പത്തെ കൂടിയുള്ള ഒരു നടത്തം. ഒന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ. നമുക്കിത് അത്രയൊക്കെ നമ്മുടെ നാട്ടിൽ വലിയ ശീലമില്ലല്ലോ. ഓക്കെ, ഇവിടെ കുഴപ്പമില്ല. താഴോട്ട് നോക്കി കാണാൽ മതി. നമ്മളങ്ങനെ സ്ട്രോബെറി കൃഷി ചെയ്യുന്ന തോട്ടത്തിലെത്തിയിരിക്കുകയാണ്. ഇവിടെ സ്ട്രോബെറി ഇങ്ങനെ പാകമായി നിൽക്കുന്നതും കാണാം. അതിൻ്റെ പൂവ് നിരന്ന് നിൽക്കുക അല്ലേ. എങ്ങനെയുണ്ട് സ്ട്രോബെറി? ഇത് സൂര്യകാന്തിയാണോ? സൂര്യകാന്തി ഇത് ഈ ചെടി സൂര്യകാന്തി അല്ലേ? ആണോ? ഇത് സൂര്യകാന്തി അല്ലേ? അതുകൊണ്ടാക്കിയത് സൂര്യകാന്തി. യെസ്. എന്ത് പറഞ്ഞ തന്നെ സ്ട്രോബെറി ഏതേലും ഇതാ. അയ്യോ, ഓക്കെ. ഇതാണ് മക്കളെ സ്ട്രോബെറി. ടേസ്റ്റ് നോക്കിയാലോ. നൈസ്. ചെറിയ പുളിയുണ്ട്, എന്നാലും കഴിക്കാം. എന്നാ കഴിക്കണോ?
അമ്മിണിക്കുട്ടി പേടിച്ചു പോയി. ഞങ്ങളെ ആട്ടുകുട്ടിക്ക് പേരും കിട്ടുക അമ്മിണിക്കുട്ടി. ഇതെന്ത് ഐറ്റം? നടാനുള്ള താങ്ങ് കൊടുക്കാനായിട്ട് വെച്ചിരിക്കുന്ന കമ്പുകളാണെന്ന് തോന്നുന്നു. ഇവിടുത്തെ കർഷകരെല്ലാം അവരുടെ വീടുകളുടെ കോമ്പൗണ്ടിൽ ഇങ്ങനെ സ്ട്രോബെറി കൃഷി ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ അവർക്ക് ആവശ്യമുള്ള പച്ചക്കറികളെല്ലാം തന്നെ അവർ കൃഷി ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് പയറോ ബീൻസോ എന്തോ ആണ്. വാഴ കൃഷി ചെയ്യുന്നുണ്ട്. പിന്നെ പാവലുണ്ട്. യെസ്, അത്യാവശ്യമെല്ലാം. ഇത് അമരപ്പയറല്ലേ? ഓക്കെ, ഗുഡ്. അമരപ്പയറല്ലേ? ആണോ? ആയിരിക്കും. എന്തായാലും അവരുടെ കൃഷി ആവശ്യങ്ങളെല്ലാം അവരവരുടെ വീട്ടിൽ തന്നെ അവർ ചെയ്യുന്നുണ്ട്. അതൊരു നല്ല കാര്യമാണ്. നമുക്കും അനുകരിക്കാവുന്നതാണ്. പലർക്കും സ്ഥലമില്ല, സമയമില്ല, ടെറസിൻ്റെ മുകളിലൊക്കെ അഭയം തേടേണ്ടി വരും. എന്നാലും ചെയ്യാൻ ശ്രമിക്കുന്നത് നല്ലതാണ്. കാരണം വിഷരഹിതമായ ഭക്ഷണം ഉപയോഗിക്കുക എന്നുള്ളതാണ് ഇനിയുള്ള കാലത്ത് നമ്മുടെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഏക വഴി. അപ്പോൾ ഞങ്ങൾ എന്തുകൊണ്ട് നമ്മളെന്താ കണ്ടത്? സ്ട്രോബെറി പാടം കണ്ടു. ഓക്കെ, തീർച്ചയായും ഇവിടെ സ്ട്രോബെറി ഫാമൊക്കെ ഉണ്ട്. അപ്പോൾ ചേട്ടൻ ഞങ്ങൾ സ്ട്രോബെറി ഒക്കെ വാങ്ങിച്ചു. തീർച്ചയായും സ്ട്രോബെറി വൈനുണ്ട്. അപ്പം ഇവിടെ വരുന്നവർ തീർച്ചയായിട്ടും സെന്തിൽ കുമാർ ചേട്ടൻ്റെ ഫാമൊക്കെ സന്ദർശിക്കുക. അതെ, ഞാൻ ഓൾറെഡി വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. വരിക, കാണുക, വാങ്ങുക. അവർ ഉണ്ടാക്കി അവരുടെ അധ്വാനത്തിൻ്റെ ഫലമാണ്. നമ്മളത് ഇവരിൽ നിന്നൊക്കെ വന്ന് എൻജോയ് ചെയ്യുക. ഓക്കെ, ഹലോ ഗായ്സ്. അപ്പോൾ രാവിലെ പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾ വി കെയിം ടു സ്ട്രോബെറി ഫാം. ഫ്രഷ് സ്ട്രോബെറി ഒക്കെ പറിക്കാൻ പറ്റി. ആൻഡ് വി ബോട്ട് സം വിത്ത് അസ്. ആൻഡ് ഇത് വല്ലാത്തൊരു വേറിട്ടൊരു എക്സ്പീരിയൻസ് ആണ്. ലൈക്ക് ഈ ഫാമൊക്കെ കാണുന്നതും സ്ട്രോബെറിയൊക്കെ നമ്മളെ തന്നെ പറിച്ചെടുക്കുമ്പോൾ ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആണ്. യാ, then we are moving on to the next destination. We don't know where we are going, but this will be a lit. ഹായ് ഗൈസ്. അപ്പോൾ അഭിഷേകാണ് നമുക്ക് ഫാം കാണിച്ചു തന്നത്. അവരുടെ ഫാമിൽ കൃഷി ചെയ്യുന്ന സാധനങ്ങളൊക്കെ നമ്മൾ കണ്ടു. വീഡിയോസ് എല്ലാം കണ്ടല്ലോ. അഭിഷേകിന് ഒരു സ്പെഷ്യൽ താങ്ക്സ് പറയുകയാണ് ഞങ്ങൾ. അഭിഷേകിന് ചെറിയൊരു നാണമുണ്ട്. ഇനി 9ാം ക്ലാസ്സിലാണ് പുള്ളി. അപ്പോൾ 9ലല്ലേ ഇനി? ഇനി 9ലാണ്. വട്ടവടയിലെ ഹണി മ്യൂസിയത്തിൽ ചെറിയൊരു ഷോപ്പിംഗ് കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. ഇനി എങ്ങോട്ടാണ് പോകുന്നത്? ഇനി പോകുന്ന വഴിക്ക് മാട്ടുപ്പെട്ടി ഡാമുണ്ട്. ക്ലൈമറ്റ് അനുകൂലമാണോ അറിയത്തില്ല. അങ്ങനെയാണെങ്കിൽ അത് കാണും. പിന്നെ എവിടെ പോകുന്നത്? ഓക്കെ. അത് കഴിഞ്ഞിട്ട് ആഫ്റ്റർ നേരെ ബാക്ക് ടു ഹോം. ഓക്കെ, അപ്പം ബാക്കി കാഴ്ചകളിലേക്ക്